ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുമ്പോഴായിരുന്നു കേട്ടോ ഗൈസ് ഈ വീഡിയോ എടുത്തത്. അത് കാരണമാണ് വണ്ടിയിൽ പോകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് വന്നിട്ട് കോവൈ കുട്രാളം വന്നിട്ട് സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഉണ്ടാവില്ല. എടുക്കും വന്നിട്ട് അവസാനം അവിടെ എത്തുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല. അത്ര വെള്ളമൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നന്നായിട്ടുണ്ടാവില്ല വന്നിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവുകയാണ്. അവിടെ പോകുമ്പോൾ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. സണ്ണ് സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടമാണ്, വളരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അവിടുത്തെ മാത്രം കവർ ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ ഗൈസ്. മലകളൊക്കെ കാണുമ്പോൾ വളരെ രസമാണ്. അപ്പോൾ മലകളുടെ അവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി പിന്നെ അങ്ങനെ എടുത്തു. പിന്നെ ഞാൻ ഇത് വന്നിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ് നമ്മൾ പോകുന്നത് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കടയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ജ്യൂസ് കുടിക്കാൻ കഴിച്ചത് എന്നിട്ട് ഇവിടെ പോകുന്നതൊക്കെ വിശേഷം കാണിച്ചു തരാം. ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ജ്യൂസ് എന്ന് പറയണത് കമ്മി റേറ്റ് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ജ്യൂസ് പറഞ്ഞത് കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ല് ചെയ്യുമ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ റേറ്റ് 110 രൂപ. പിന്നെ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. ടേസ്റ്റൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അത് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും കുറേ ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്താനാകാറായിട്ടോ ഗൈസ്. ഇനി കുറച്ച് ദൂരം മാത്രം പോയി വെച്ചാൽ എത്തും കേട്ടോ. അതിന് മുമ്പായിട്ടൊരു മരം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു. അത് അടിപൊളിയായിരുന്നു. മരത്തിൻ്റെ മേലെ നമുക്ക് റൂമൊക്കെ ഉണ്ടാവും. അത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ല രസമുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ എത്തി ഗൈസ്. ഇതാണ് ഈ പാലം കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥലമെത്തി. കോവൈ കുട്രാളെത്തി. നമ്മൾ എൻട്രൻസിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മൾ എൻട്രൻസിൽ തന്നെ ഫസ്റ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് പോവുക. അപ്പോൾ തന്നെ നിറയെ കുരങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളുടെ അടുത്ത് പിടിഞ്ഞിട്ടൊക്കെ വലിക്കാൻ വേണ്ടി കുറേ കുരങ്ങ് കുട്ടികളൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് വരിക, എല്ലാവരും പോകുമ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്. കുരങ്ങുകളുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറേ ദൂരം നടക്കല്ല. ഇവിടെ നിന്ന് ബസ്സിന് പോകണം. ബസ്സിന് പോകുന്നത് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ചും കൂടി നടക്കണം. അതും കാണിച്ചു തരട്ടെ ഗൈസ്. അപ്പോഴും നമ്മൾ ബസ്സിന് കയറാൻ പോകണം ഗൈസ്. അപ്പോൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി ആ വണ്ടിയിൽ കയറാൻ പോകണം ഗൈസ്. ഈ വണ്ടിയിൽ നമ്മൾ കയറിയിട്ട് വേണം അവിടെ പോയി കുറേ ദൂരം നടക്കണം. അതും കാണിച്ചു തരാം. വണ്ടിയിൽ കയറുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടോ. അത് കഴിഞ്ഞ് തന്നെ നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ലായിരുന്നു. നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ടാണ് നിൽക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത്. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് ആയിട്ട് എന്താണെന്ന് നിൽക്കാമെന്ന് പറഞ്ഞത്. ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറേ നേരം സീറ്റ് കിട്ടാൻ വേണ്ടി നിന്ന് വെച്ചാൽ പിന്നെ ബസ് വരണം. പിന്നെയും കുറച്ച് നേരം ലേറ്റ് ആവും. അത് കാരണം ശരി എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡിങ് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ടേജിൽ തന്നെ ഞങ്ങൾ നിന്നോട്ടെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ വീഡിയോസൊക്കെ അങ്ങനെ എടുത്തു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കിളികളുടെ ഫ്രണ്ടിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ഇങ്ങനെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കില്ല, അതുപോലെ എനിക്ക് നിൽക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുപോലെ ഈ ബസ്സിൽ പോയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഞങ്ങൾ അങ്ങനെ നിന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അവിടെ പിന്നെ ഫുൾ കാടാണ്. നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഗൈസ്. പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ നമ്മളെ അവരുടെ വണ്ടിയിൽ തന്നെ കൂട്ടിയിട്ട് പോകും. അവിടെ അവർ തന്നെ കൂട്ടിയിട്ട് പോകും കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. ഇങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഗൈസ്. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല രസമുള്ള പാട്ടൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പോയത്. അത് നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുമ്പോഴാണ് ഞാൻ പാട്ടൊക്കെ ഇത്തിരി ഒഴിവാക്കിയിട്ടുണ്ടാവും. പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അടിച്ച് പൊളിച്ച് നമ്മളൊരു ടൂർ പോകുന്നൊരു ഫീലാണ് കേട്ടോ. നമുക്ക് ആരെയും അറിയില്ല, എന്നാലും നല്ല രസമാണ്. എല്ലാവരും കൂടി പോകുമ്പോൾ ആ വെള്ളച്ചാട്ടം എപ്പോഴാണ് കാണുക എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് പോകുമ്പോൾ നമുക്ക് നല്ല രസമുണ്ടാവും. ഇത് ഈ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എടുത്ത ഒരു വീഡിയോ ഉണ്ടോ ഗൈസ്. അപ്പോൾ ഇത് ഫ്രണ്ടേജിൽ ഇങ്ങനെ പോകുന്ന ഒരു നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാവും.
പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഇറങ്ങി നടക്കണം കേട്ടോ. ഇവിടെ ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പോകണം. 5 കിലോമീറ്റർ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എത്ര കിലോമീറ്റർ ആണെന്ന്. അപ്പോൾ ഇതും അതുപോലെ നമ്മൾ നടന്നിട്ട് വേണം ഇനി പോവാൻ. വണ്ടിയിൽ നിന്ന് അവിടെ നിന്ന് ഇറക്കി വിടും നമ്മളെ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് അവരുടെ കുറേ ഗൈസ്, അപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം നടക്കണം. നടന്നിട്ട് വേണം ആ വാട്ടർഫാൾസ് എത്തുക. കാണിച്ചു തരാം അതും കൂടി. എവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. കുറേ പേരുണ്ടാവും കേട്ടോ ഗൈസ്. ഇവിടെ വന്നിട്ട് സൺഡേസിൽ പോയി വെച്ച് നല്ല തിരക്കുണ്ടാവും കേട്ടോ ഗൈസ്. എല്ലാവരും കുറേ പേര് അങ്ങോട്ട് പോകുന്നവരുണ്ടാവും, കുറച്ച് പേര് വീട്ടിലേക്ക് പോകുന്നവരുണ്ടാവും, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പോണവർ നിറയെ പേരുണ്ടാവും എപ്പോഴും. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ കുറച്ച് പേര് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ എടുക്കാൻ പറഞ്ഞിരുന്ന വീഡിയോ ആയിരുന്നു. കിലോമീറ്ററോളം നടക്കണം. പകുതി എത്തി ഗൈസ്. ഇനി 1/2 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി വന്നിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതിൻ്റെ മേലെ പോയിട്ട് കാണിച്ചു തരട്ടോ ഗൈസ്. അപ്പം നമ്മൾ വ്യൂ പോയിന്റിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കി വെച്ചാൽ നമുക്കൊരു കാണാൻ പറ്റിയ പോലെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ടാവും. മലകളുടെ ഇടയിൽ മരങ്ങളും അതുപോലെ മലകളെല്ലാം ഒരു നല്ല രസമുള്ളൊരു വ്യൂ പോയിൻ്റാണ്. നമ്മളതുപോലെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴൊക്കെ ഇവിടെ കയറി കാണാറുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാലും അവിടുത്തെ വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണാൻ പറ്റും. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഈ വെള്ളച്ചാട്ടമാണ്, ചെറുതായിട്ട് തന്നെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തെത്തുമ്പോഴാണ് കാണാൻ പറ്റുക. നമ്മൾ ഇങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണും. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതായിരുന്നു. ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കണ്ട ഈ മലകളൊക്കെ നല്ല രസമാണ്. എന്തായാലും കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഗൈസ്, അപ്പോൾ പിന്നെ വന്നിട്ട് ഈ ഒരു മരം നല്ല വലുതാണ് കേട്ടോ ഗൈസ്. ഈ മരം നമ്മൾ മേലെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വലുതായിട്ടുള്ളൊരു മരമായിരുന്നു. പിന്നെ ഗൈസ്, നമ്മളുടെ വെള്ളച്ചാട്ടം എത്തി ഗൈസ്. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ പോകുമ്പോഴും കുറച്ച് തന്നെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ചില സമയങ്ങളിൽ നിറയെ വെള്ളം ഉണ്ടാവും. നമ്മുടെ മഴ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നല്ലോണം വെള്ളച്ചാട്ടവും കാണാൻ പറ്റും, നിറയെ വെള്ളം വരാൻ പറ്റും. നമ്മൾ ഒരു ഇട ദിവസവും പിന്നെ അത്ര മഴയൊന്നും ഇല്ലാത്ത സമയത്താണ് പോയത് കേട്ടോ ഗൈസ്. അത് കാരണമാണ് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റുന്ന കാരണം നല്ല രസമാണ്. ഈ സമയത്തിൽ കുളിക്കാൻ പറ്റും നമുക്ക്. അല്ലാതെ പോകുമ്പോൾ നിറയെ വെള്ളച്ചാട്ടം വരികയാണെങ്കിൽ അവിടെ അലോഡൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴാകുമ്പോൾ നമുക്ക് പോയി കുളിക്കുക, അങ്ങനെയൊക്കെ ഓക്കെയാണ് ഇവിടെ. അപ്പോൾ കുറേ പേരുണ്ടാവും കേട്ടോ. ഇതാണ് ഗൈസ്, നമ്മൾ ഇവിടെയാണ് എല്ലാവരും കുളിക്കാൻ പറ്റിയൊരു സ്ഥലം. താഴെ ഒരു സ്വിമ്മിങ് പൂൾ പോലെ ഉണ്ട്, അവിടെയും കുളിക്കാം, അങ്ങനെയൊക്കെയാണ്. പിന്നെ വന്നിട്ട് ഈ കുരങ്ങ് കുട്ടികളെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇതിൻ്റെ അമ്മൻ്റെ അടുത്ത് നിന്ന് കുറച്ചൊരു നിമിഷം പോലും ഇത് മാറി നിൽക്കുകയില്ല. കുറച്ച് ഇങ്ങോട്ട് പോയി വെച്ചാൽ അത് പിന്നെ അങ്ങോട്ട് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും അമ്മ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി വെച്ചാൽ അത് നല്ല സങ്കടപ്പെടുന്നു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതങ്ങനെ എടുത്ത വീഡിയോ എടുത്താണ്. ഗായ്സ്, അപ്പോൾ ഈ വെള്ളത്തിൽ കുളിച്ച് വെച്ച് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലൊക്കെ ഒരു ഭാഗം വേദന ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കുളിച്ച് ഈ കല്ല് പോലെ നമ്മുടെ മേലത്ത് ഇങ്ങനെ വീഴും. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാവും കേട്ടോ ഗായ്സ്. ഫസ്റ്റ് ഞാനും അങ്ങനെ വിചാരിച്ചില്ല. പിന്നെ ഒരിക്കൽ അങ്ങനെ കുളിച്ചപ്പോൾ എനിക്കത് ശരിയായിരുന്നു. നല്ല രസമുണ്ട്. ഈ വെള്ളം വന്നിട്ട് നല്ല ഔഷധമായൊരു വെള്ളമാണ്, നാച്ചുറൽ വെള്ളമാണെന്ന് പറയാറുള്ളത്. അപ്പോൾ നിങ്ങളും വീഡിയോയിൽ മാത്രം കാണാണ്ട് നേരിട്ട് പോയി കാണാൻ നല്ല രസമുണ്ടാകും. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് പോയപ്പോൾ ഇങ്ങനെ കുളിക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ കുളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശരി വേണ്ട അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ എടുത്തതായിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു വെള്ളത്തിൽ കുളിക്കാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.